ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. റിപ്പോർട്ടുകൾ പ്രകാരം ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് 1998-ലാണ്. അന്ന് UB ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന വിജയ് മല്യ വഴിപാടായി ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ് സമർപ്പിക്കുകയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിയാൻ ആകെ 30.3 കിലോ സ്വർണം ഉപയോഗിച്ചതായാണ് അന്നത്തെ പത്രവാർത്തകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ 2019 ഇതിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായി നൽകിയ രേഖകളിൽ സ്വർണ്ണപ്പാളി എന്നതിന് പകരം ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1998 സ്വർണ്ണപ്പാളി ആയിരുന്നുവെങ്കിൽ 2019 എത്തിയപ്പോഴേക്കും അവ ചെമ്പുപാളികളായതെങ്ങനെ എന്നതിൽ ദുരൂഹത തുടരുകയാണ്. 1998 സെപ്റ്റംബർ 4-നാണ് ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ സമർപ്പിച്ചത്. ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതമെഴുതിയ തകിടുകൾ എന്നിവയിലാണ് സ്വർണം പൊതിഞ്ഞത്. ഇതിനു പുറമെ 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിനു ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം എന്നിവയിലും സ്വർണം പൊതിഞ്ഞതായി അന്ന് വിജയ് മല്യ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1998 സ്വർണം പൊതിഞ്ഞ ദ്വാരകാപാലകരുടെ ശില്പത്തിൽ നിന്നാണ് ഈ സ്വർണ്ണപ്പാളി എടുത്തുമാറ്റി സ്വർണം പൂശാനായി കൊണ്ടുപോയത്. ഇതിനായി ദേവസ്വം ബോർഡ് നൽകിയ ഉത്തരവിലാണ് ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മാറിയത്. 1998 സ്വർണമായിരുന്നത് 2019 വെറും ചെമ്പുപാളിയായി മാറിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണം എവിടെയെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്.